ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ബേസ് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ആദ്യം അതിന് 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ചൂട് കൂടി പോകരുത്. 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലേക്ക് 1.5 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിച്ച് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ നെയ്യും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മിഡിലൊരു കുഴിയാക്കിയിട്ട് ഇതിലേക്കൊരു മുട്ട ഒഴിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ഈസ്റ്റ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കും പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം കുഴച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇതിൻ്റെക്കാളും ഡബിളായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറോളം വെച്ചത്. ചൂട് കാലാവസ്ഥ ആണെങ്കിൽ 1 മണിക്കൂർ മതിയാവും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തണുപ്പായത് കൊണ്ട് ഒരു 1.5 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു നനവുള്ള തുണി കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നനവ് തുണി കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുള്ളത്. ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതിന് മാവ് ഡബിളായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല തൊടുമ്പോൾ തന്നെ താഴ്ന്നു പോകും, അത്രയ്ക്കും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് പരുത്തിയെടുക്കുക. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3 കുബൂസ് നമുക്ക് കിട്ടും. കുറച്ച് കട്ടിയിൽ വേണം പരുത്തിയെടുക്കാൻ. ഈ ഒരു സൈസിലാണ് ഞാൻ കൊണ്ടെടുത്തിട്ടുള്ളത്. കുബൂസ് അല്ല, അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ പരുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരുത്തിയെടുത്തിട്ടുള്ള കുബൂസിനെ നമുക്ക് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് മുഴുവനായിട്ടൊന്ന് കുത്തി കൊടുക്കാം. കാരണം നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ചപ്പാത്തി പോലെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പം നമ്മുടെ കുബൂസ് ഇട്ട് കൊടുക്കുക. തിരിച്ചും ഒന്ന് മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ചിടുന്ന സമയത്ത് ഞാൻ ഒരു ഫോർക്ക് കൊണ്ട് വീണ്ടും ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അകവും പുറമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, ഹാർഡായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ ബേസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.